ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹാഫ് kg കേക്ക്, അത് എഗ്ലെസ് കേക്ക്, അത് 3 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ പിസ്താഷ്യൂ കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റെസിപ്പി വീഡിയോ ഇപ്പോൾ കാണിക്കുന്നില്ല, പിന്നീട് ഞാൻ കാണിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇങ്ങനെ റെഡിയാക്കുന്നത് കാണാം. ഇതാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനുള്ള കേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പഞ്ചൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിസ്താഷ്യൂ ഇമൽഷൻ ആഡ് ചെയ്തിട്ടാണ് ഞാൻ സ്പഞ്ച് റെഡിയാക്കുന്നത്. അതും ഹാഫ് kg കേക്ക് തന്നെയാണ്. ഇതാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലാണെങ്കിൽ ഓഫീസിലേക്ക് വേണ്ടി കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അത് 2 കേക്ക്, ഒന്നാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഒന്ന് വേറൊരു കൊച്ചിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ 2 കേക്ക് വേണമായിരുന്നു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആണെങ്കിൽ മറ്റേതാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണെങ്കിൽ അത് അവിടെ തന്നെ പറഞ്ഞ കേക്ക് തന്നെയാണ്. പിന്നെ എല്ലാ വട്ടവും എപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു കേക്ക് ഞാനാണെങ്കിൽ റെഡിയാക്കി കൊടുക്കും അവർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അതെപ്പോഴും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ എക്സ്ട്രാ ചാർജ് ഒന്നും ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാറില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ആണെങ്കിൽ ഏറ്റവും അധികം കേക്ക് ഞാൻ തുടങ്ങിയപ്പോൾ ഒരു 3-4 വർഷമായി ഞാൻ കേക്കിൻ്റെ ഓർഡറൊക്കെ എടുക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇവരൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും, എൻ്റെ കൂടെ നിൽക്കുന്നവരായി ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാനാണെങ്കിൽ ഏത് ഫ്ലേവർ ആണെങ്കിലും, ഇപ്പം മക്കളുടെ ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് വീട്ടിൽ ഫംഗ്ഷന് നമ്മൾ കേക്ക് റെഡിയാക്കുവാണെങ്കിലും ഞാൻ ഉണ്ടാക്കി അവർക്ക് വേണ്ടിയായിട്ട് ആദ്യം ഞാൻ മാറ്റി വെക്കും. ദീപാവലിക്കാണെങ്കിൽ പോലും നമ്മളാണെങ്കിൽ സ്വീറ്റ്സ് പലഹാരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാക്കത്തെ, അതെല്ലാം ഞാൻ അവർക്കും കൊടുക്കും. പിന്നെ അങ്ങനെ ഏത് സാധനം, അങ്ങനെ ഇതൊന്നുമല്ല, ഏത് സാധനം ഞാൻ എടുത്താലും എല്ലാം ഓഫീസിലേക്ക് പങ്കുവച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ട് അവരെൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ആണെങ്കിൽ അവർ എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് കഴിച്ച് അവർക്ക് അതാണ് കൂടുതൽ ഇഷ്ടം, താല്പര്യം കൂടുതലുള്ളത്. അപ്പോൾ അവർക്കാണെങ്കിൽ അതുകൊണ്ട് അവർ പുറത്തുനിന്ന് മേടിക്കാറില്ല. പുറത്തുനിന്ന് ഒത്തിരി ഇതായിട്ട് കിട്ടത്തില്ലല്ലോ, ക്ലീൻ അല്ലായിരിക്കും. അത് കാരണം കൊണ്ട് അവർക്ക് പേടിയാണ് പുറത്തുനിന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എപ്പോഴും മേടിക്കാറേ ഉള്ളവർ. അപ്പോൾ അവർക്കറിയാം. പിന്നെ അത് തന്നെയല്ല, ഹോം ബേക്കറുടെ കയ്യിൽ നമ്മൾ എപ്പോഴാണെങ്കിലും കേക്ക് മേടിക്കുമ്പോൾ എക്സ്ട്രാ അതേ പോകാം. നമ്മളിപ്പോൾ 1 kgയുടെ കേക്ക് നമ്മൾ മേടിക്കുവാണെങ്കിൽ 250 ഗ്രാം എപ്പോഴും എക്സ്ട്രാ പോകത്തുള്ളൂ. ഇതിപ്പോൾ ആണെങ്കിൽ 1/2 കിലോയുടെ കേക്ക് ആണെങ്കിൽ ഒരു 750 ഗ്രാം വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് സ്പഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എക്സ്ട്രാ സ്പഞ്ച് നല്ല തിക്കായിട്ട് ലെയറായാൽ കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഫില്ലിങ്ങിനാണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ എക്സ്ട്രാ കേക്ക് കൊടുക്കുന്നു വെച്ച് അതിന് എക്സ്ട്രാ ചാർജൊന്നും മേടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ബേക്കറിൽ ഏത് കേക്ക് എങ്ങനെയാണ് നമ്മൾ മേടിക്കുക വെച്ചാൽ ആ റേറ്റിലേ കൊടുക്കത്തുള്ളൂ. നമ്മൾ ഹോം ബേക്കർ ആണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ ചാർജൊന്നും ഞാൻ മേടിക്കാറില്ല. ഞാൻ എപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബറിനോട് പറയാറേ ഉള്ളൂ, എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് എപ്പോഴും ഇത് തന്നെ പറയുന്നത്, നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഹോം ബേക്കർ ഉണ്ടെങ്കിൽ എപ്പോഴും അവരുടെ കയ്യിൽ നിന്നേ കേക്ക് മേടിക്കാവുള്ളൂ. അവർ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കേക്ക് റെഡിയാക്കി കൊടുക്കുന്നു. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നതെല്ലാം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പറ്റുന്ന അത്രയും ആ ഹോം ബേക്കറിനെ സപ്പോർട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കും. ഞാനാണെങ്കിൽ പറഞ്ഞു തന്നില്ലല്ലോ അല്ലേ എങ്ങനെയാണ് കേക്ക് റെഡിയാക്കിയെന്ന്. ഒത്തിരി വർത്തമാനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. കുറേ ദിവസമായില്ലേ ഒന്ന് സംസാരിക്കുകയും ചെയ്ത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നിങ്ങളോടൊക്കെ ഒന്ന് കുറച്ച് സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ബോറായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സോക്ക് ചെയ്ത് കൊടുക്കാം. ക്രീമും കൊണ്ട് ഐസിങ് ചെയ്ത്, ക്രീമിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ക്രീമും കൊണ്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കാണെങ്കിൽ സ്ട്രോബെറി ക്രഷ് അതിന് മേളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ചെറി കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കണക്ക് വേണം എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നമുക്കാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നില്ല കേട്ടോ. അന്ന് 2 കേക്കിൻ്റെ ഓർഡർ ഇല്ലായിരുന്നു, 3-ാമത്തെയും 4-ാമത്തേക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതാണെങ്കിൽ ഭയങ്കര അർജൻറ്റ് കേക്ക്, പിന്നെ തീം കേക്കായിരുന്നു കേട്ടോ. ഒത്തിരി എല്ലാം കൂടെ ആകുമ്പോൾ ഇപ്പം നമുക്ക് പറ്റത്തില്ലല്ലോ ചെയ്യാനായിട്ട്. അത് കാരണം അതൊക്കെ ക്യാൻസലാക്കി കേട്ടോ. ഒത്തിരി അങ്ങനെ ഓവർലോഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് തന്നെയല്ല, എനിക്ക് കൈക്ക് ചെറുതായിട്ട് ഇച്ചിരി പ്രശ്നമുള്ളതാണ് കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് ഒത്തിരി ലോഡ് പണി ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റാത്ത കാരണം കൊണ്ടാണ് അധികം ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് നമുക്കാണെങ്കിൽ ഇത് വെക്കാം. ഇതാണെങ്കിൽ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ കളർ നമ്മൾ വന്നിട്ട് മേളിൽ കൂടെ അവർക്ക് കളർ വേണ്ട. ഇപ്പോൾ എല്ലാവരും അങ്ങനെ കസ്റ്റമർ അധികം കളർ ഇടിക്കാറില്ല കേട്ടോ. അവർക്ക് കളർ വേണ്ട, അല്ലെങ്കിൽ ഇടുവാണെങ്കിൽ ലൈറ്റ് കളറേ മതി, അങ്ങനെയൊക്കെയാണ്. അത് കാരണം കൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ മേളിൽ മാത്രം, പിന്നെ അവരൊരു ഡിസൈനും എന്നോട് ഒരിക്കലും പറയാറില്ല. എന്നോട് പറയുന്നത് എനിക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നീ അതനുസരിച്ച് നിൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കി നല്ലത് തന്നെ ആയിരിക്കുമെന്ന്. കണ്ണടച്ച് എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നേ അവർ പറയൂ കേട്ടോ. അത്രയ്ക്കങ്ങ് വിശ്വാസം അവർക്ക്. അത് കാരണം കൊണ്ട് ഞാൻ അതുകൊണ്ട് കൂടുതലും കളർ ചെയ്യാറില്ല കേട്ടോ. മേളി മാത്രം കുറച്ച് കളർ ചെയ്ത് അവർക്ക് വേണ്ടെങ്കിൽ അതെടുത്തങ്ങ് കളയാമല്ലോ. അപ്പോൾ പിന്നെ അത് കാരണം ബാക്കി മൊത്തം വേസ്റ്റ് ആവത്തില്ലല്ലോ അവർക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുപോലെ പാലറ്റ് നൈഫിൽ ഒരു 5-6 കളർ മിക്സാക്കി ഞാൻ ഇതുപോലെ പിങ്ക്, റെഡ്, പിന്നെ ഓറഞ്ച്, പിന്നെ ഗ്രീൻ, ബ്ലൂ, അങ്ങനെയൊക്കെ കുറച്ച് കളർ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമുക്കാണെങ്കിൽ
മൊത്തം വേസ്റ്റ് ആവത്തില്ലല്ലോ. മേളിൽ നിന്ന് മാത്രം കുറച്ചിങ്ങനെ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ കാണാനൊരു ലുക്കിനും കിട്ടും. അങ്ങനെ സിമ്പിളായിട്ട് നമ്മളങ്ങനെ കൊടുക്കുന്നത് മോശമില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അത് തന്നെയല്ല ഇങ്ങനെയൊക്കെ പുതിയ പുതിയ കേക്കിൻ്റെയൊക്കെ എനിക്ക് എല്ലാം ഞാൻ തന്നെ പഠിച്ചേക്കാം കേട്ടോ. യൂട്യൂബിൽ കയറി എല്ലാ വീഡിയോസ് എല്ലാം കണ്ട് ഞാൻ അങ്ങനെ കേക്കിൻ്റെ ഓർഡറൊക്കെ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ഞാൻ എങ്ങും പോയി പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുതിയ പുതിയ ഡിസൈൻസൊക്കെ എൻ്റെ വീട്ടിലെ കേക്കോ അല്ലെങ്കിൽ ഓഫീസിലെ കേക്കാണെങ്കിൽ ഇതുപോലെ തരുമ്പം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഡിസൈൻ ഞാൻ ചെയ്ത് ഞാൻ ട്രൈ ചെയ്യാറാണ് പതിവ് കേട്ടോ. അവരും പറയും ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്നും പറയത്തില്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമല്ലോ, അപ്പം നിങ്ങളുടെ ഇങ്ങനെ ഇഷ്ടത്തിന് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം ധൈര്യത്തോടെ എനിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് രീതി ചെയ്യും. അവരൊന്നും പറയത്തില്ല കേട്ടോ. അവർ നല്ലതേ പറയത്തേ ഉള്ളൂ എനിക്ക് വേണ്ടി. പിന്നെ എപ്പോഴും എനിക്ക് കമൻറ്റിലൂടെ നല്ല അഭിപ്രായമേ തരാറേ ഉള്ളൂ എനിക്ക്. ഫ്രണ്ട്സ്, ഇന്ന് കേക്കിൻ്റെ റെസിപ്പീസും വീഡിയോസും എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. വ്ളോഗായിട്ട് കാണണമെങ്കിൽ അങ്ങനെ അറിയിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് എന്നെക്കെട്ട് എനിക്കൊരു കമൻറ്റ് ഇട്ട് അറിയിക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ കാണാൻ താല്പര്യമുള്ളത് നിങ്ങൾക്കെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ റെസിപ്പീസൊക്കെ നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ അതനുസരിച്ച് വീഡിയോസൊക്കെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസും റെസിപ്പി വീഡിയോസും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. നാളെ എന്തൊക്കെ കാണാൻ താല്പര്യം തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.